So welcome back to our channel. So നമ്മൾ നോക്കാൻ പോകുന്ന കമ്പൈലർ ഡിസൈൻ്റെ മോഡ്യൂൾ 3യുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് SLR പാഴ്സർ. സോ നമ്മൾ LR 0 പാഴ്സർ ചെയ്തതുപോലെയാണ് SLR 1 പാഴ്സറിലും ഇടയ്ക്ക് 2-3 സ്റ്റെപ്പ് ഡിഫറെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത സെയിം കോണ്ടസ്ഫൈ ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് SLR വെച്ച് ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ ആണ് S tends to A gives A B. ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ദ ഓഗ്മെൻറ്റഡ് ഗ്രാമർ. ഓഗ്മെൻറ്റഡ് ഗ്രാമർ എഴുതാൻ അറിയാമല്ലോ. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സിമ്പിൾ വെച്ച് S' ഗീവ്സ് S കൊടുക്കുക. ബാക്കി 3 പ്രൊഡക്ഷനും എഴുതി അതിനെല്ലാം ഡോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഓഗ്മെൻറ്റഡ് ഗ്രാമർ എഴുതി. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ LR 0 കളക്ഷൻ ഓഫ് ഐറ്റംസ് ടു ബി ഫൗണ്ട് എന്നാണ്. LR 0 കളക്ഷൻ ഓഫ് ഐറ്റംസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ LR 0 കളക്ഷൻ ഓഫ് ഐറ്റംസ് കണ്ടുപിടിക്കുക. സോ നമ്മൾ ആദ്യം ഈ ഓഗ്മെൻറ്റഡ് ഗ്രാമർ അതേപോലെ I0 എന്ന് പറഞ്ഞ് എഴുതും. നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ്. A gives dot A gives dot to B. ഇതെല്ലാം നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതും, I0 എന്ന് പറഞ്ഞ് എഴുതും. സോ ഇത് I0. ഓക്കെ അല്ലേ, ഇത് I0. ഇനി നമുക്ക് ഫസ്റ്റ് അറിയാലോ, ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്, S ആണല്ലേ, ഡോട്ട് S. അപ്പം ഗോ ടു S എന്ന് പറയുന്നത് എന്തായിരിക്കും, S' ഗീവ്സ് ഡോട്ട് ഇപ്പുറത്ത് വരും. അപ്പോൾ എങ്ങനെ വരും, S' ഗീവ്സ് S ഡോട്ട്. ഇപ്പുറത്തെ കാര്യങ്ങളും ഉണ്ടോ, ഇല്ല. അപ്പോൾ അതെന്തായി, എക്സെപ്റ്റ് കേസായി. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്ക് കൂടെ I1. നെക്സ്റ്റ് ആരാണ്, A. എസിൻ്റെ പ്രൊഡക്ഷനിൽ A. അപ്പോൾ നമ്മൾ ഗോ ടു A. S ഗീവ്സ് എന്ത്, ഡോട്ട് ഇപ്പുറത്ത് മാറി. അപ്പോൾ എങ്ങനെ എഴുതും, A ഡോട്ട് A. അപ്പോൾ ഇപ്പോഴത്തെ ഡോട്ടിൻ്റെ അവിടെ A ഉണ്ട്. അങ്ങനെ A ഉണ്ടെങ്കിൽ Aക്ക് എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടോ ആ പ്രൊഡക്ഷൻ രണ്ടും എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും, A ഗീവ്സ് ഡോട്ട് A ഗീവ്സ് ഡോട്ട് B. കംപ്ലീറ്റ് ആയില്ലേ. ഡോട്ട് മാറാതെ വേണം, അതേപോലെ പ്രൊഡക്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, I2. ഓക്കെ അല്ലേ ഇതുവരെ. നെക്സ്റ്റ് ഏതാ, എയുടെ പ്രൊഡക്ഷനിൽ A. അപ്പോൾ A കൊടുത്തു, A ഗീവ്സ് A ഡോട്ട് A. അറിയാലോ, A ഡോട്ട് A. ഇനി ഇവിടെ A ഉണ്ട്. അപ്പോൾ എയുടെ 2 പ്രൊഡക്ഷനും അതേപോലെ എടുത്തെഴുതുക. A ഗീവ്സ് ഡോട്ട് A ഗീവ്സ് ഡോട്ട് B. ഓക്കെ, ഇനി B ആയാലോ, അടുത്ത് B അല്ലേ. B എടുക്കുമ്പോൾ അങ്ങനെ വരും, A ഗീവ്സ് B ഡോട്ട്. ഇവിടെ പേര് കൊടുത്തുള്ള ഇത് I3, ഇത് I4. ഇതുവരെ ഓക്കെ അല്ലേ. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കേസ് തന്നെയാണല്ലേ. ഇനി നോക്കിക്കോ. ഓക്കെ അല്ലേ. SLRൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ടേബിൾ വരയ്ക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ഫിഗർ എല്ലാം ഓൾമോസ്റ്റ് LR 0 പാഴ്സണുമായിട്ട് സെയിം ആയിരിക്കും. ഇനി അറിയാലോ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ S' S ഡോട്ട് വന്നു, ഇത് അക്സെപ്റ്റായി. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഇവിടെ ആരുണ്ട്, A ഉണ്ട്. അപ്പോൾ എന്തോ, A ഗീവ്സ് S' A ഡോട്ട് ഇപ്പുറത്താവും. അപ്പോൾ എന്താവും, A ഡോട്ട് എന്നാവും അല്ലേ. അപ്പോൾ ഇവിടെ അക്സെപ്റ്റായി. നമ്മൾ എന്തെന്ന് പറയും, I5 എന്ന് കൊടുത്തു. ഇനി ആരുണ്ട്, എയുടെ മാറ്റണമല്ലേ. എയുടെ മാറ്റുമ്പോൾ എങ്ങനെ ആവും നമുക്കറിയാം, A ഗീവ്സ് A ഡോട്ട് A ആവും അല്ലേ. ആ A ഡോട്ട് എയിൽ ഇതും. അപ്പം നമുക്കിതെവിടെ കണക്ട് ചെയ്യാം, ഇവിടെ കണക്ട്, A വെച്ച് കണക്ട്. അടുത്തതും B ഡോട്ട്, അതല്ലേ ഇത്, നമുക്കിവിടെ കണക്ട് B. ഓക്കെ, ഇനി അടുത്ത് ഇതിലെന്താണ്, A ആണല്ലേ. ഗോ ടു A വരുമ്പോൾ A ഗീവ്സ് A ഡോട്ട്. ഇത് എന്തായി, അക്സെപ്റ്റായി I6. ഇതിലിനി ഇത് മാറ്റേണ്ട, ഇത് 2 മാറ്റുമ്പോൾ A ആവും. അതേത് A എന്ന് പറഞ്ഞത് ഇത് തന്നെയല്ലേ, A ഡോട്ട് A എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പോൾ ഇതിൽ തന്നെ A വരും. B ആകുമ്പം ഇങ്ങോട്ട് കൊടുക്കും. സെയിം ഫിഗറാണ്, LR 0 നമ്മൾ ചെയ്തതിൻ്റെ സെയിം ഫിഗർ തന്നെയാണ്. നമ്മൾ കാരണം സെയിം ക്വസ്റ്റ്യൻ്റെ ആയത് കഴിയുമ്പോൾ അതിൻ്റെ തന്നെ വരും. പക്ഷേ നമ്മൾ ആ ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ഡിഫറൻസ്, ആ ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടേബിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആക്ഷൻ ഗോ ടു, നമ്മളെ ടെർമിനൽസ് എല്ലാം A B ഡോളർ എഴുതി, ഗോ ടുവിൽ നോൺ ടെർമിനൽസ് ചെയ്യും. നമ്മൾ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു, I0 to I6 വരെ എഴുതും. ഓക്കെ, ഇനി നോക്കിയാൽ ഫസ്റ്റ് I0 തൊട്ട് A വരെ ആ ഫിഗർ എടുത്ത് നോക്കിയാൽ I0യിൽ സ്മോൾ a I3 ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു പറഞ്ഞു, S3 ഷിഫ്റ്റ് അറിയാലോ. ഇനി I0യിൽ B വരുമ്പോൾ I0
ബി I4 നമ്മൾ എന്തെന്ന് എഴുതും S4 എന്ന് എഴുതും. ഇനി അത് അക്സെപ്റ്റ് കേസ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എ എടുക്കും. ഗോ ടു എ എന്ന് പറയുമ്പോൾ I0-യിൽ എ വരണം. I0-യിൽ എ I2. അപ്പോൾ നമ്മൾ എന്തെഴുതും? ആ നമ്പർ 2 മാത്രമേ എഴുതും. അതേപോലെ I0-യിൽ എസ് വന്നപ്പോൾ I1. അപ്പോൾ നമ്മൾ എന്തെഴുതും? 1 എന്ന് എഴുതും. അറിയാലോ, നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡ്യൂസിൽ വരുമ്പോൾ മാത്രം വ്യത്യാസം. ഇനി I1 നോക്കിയേ. I1 എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് കേസാണ്. അപ്പോൾ നമ്മൾ ഡോളറിൻ്റെ അവിടെ എന്തെഴുതും? അക്സെപ്റ്റ് എഴുതും. ഡോളറിൻ്റെ അവിടെ വേണം അക്സെപ്റ്റ് കേസ് എഴുതാൻ. ഓക്കെ, അക്സെപ്റ്റ്. ഓക്കെ അല്ലേ? ഇനി I2A. I2-ൽ സ്മോൾ എ വന്നപ്പോൾ I3 ആണ്. അപ്പോൾ നമ്മളുടെ S3. I2B I4. അപ്പോൾ നമ്മളെന്ത്? S4. ഇനി ഡോളറിൽ അക്സെപ്റ്റ് അല്ല. എയും ബി നോക്കിക്കുക. I2-ൽ എ I5 വരും. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതും. എസ് ഇല്ല. നെക്സ്റ്റ് I3-ൽ എ I3യിൽ സ്മോൾ എ എന്ന് പറയുമ്പോൾ I3 തന്നെ. അപ്പോൾ S3 സെൽഫ് ലൂപ്പാണ്. അടുത്ത I3-ൽ ബി എന്ന് പറയുമ്പോൾ I4. നമ്മൾ S4 എഴുതി. ഓക്കെ. ഇനി I3-ൽ എ എന്ന് പറയുമ്പോൾ I6. അപ്പോൾ നമ്മൾ I3-ൽ എ 6. ഓക്കെ, ഇതുവരെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെയാണ്. ഇനി നമ്മൾ I4 എന്ന് പറയുമ്പോൾ I4-ൽ വേറെ ഒന്നും വരുന്നില്ല. എയും ബിയും ഒക്കെ പോകുന്നതാണ്. I4-ൽ അവിടെ അക്സെപ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണല്ലേ. ഈ I4, I5, I6-ൻ്റെ ലാസ്റ്റ് 3 കേസിൽ നമ്മളിവിടെ നോക്കും. നമ്മൾ നേരത്തെ നോക്കിയത് എങ്ങനെയാണ്? ആ പ്രൊഡക്ഷൻ്റെ നമ്പർ വെച്ചിട്ടാണല്ലേ. ആ പ്രൊഡക്ഷൻ എന്ത് നമ്പറാണോ അത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. R3, R2, R1 എന്നൊക്കെ. ഇവിടെ നമ്മൾ ഫസ്റ്റും ഫോളോയും വേണം നോക്കാൻ. അതായത് ഇപ്പോൾ I4 ആണ് എടുക്കണേന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ I4, I5, I6 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോളോ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കിയേ. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ 2 ഗ്രാമറിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഫോളോ. അപ്പോൾ ആദ്യം ഫോളോ ഓഫ് എസ് എന്ന് പറയുമ്പം എന്തായിരിക്കും? ഫോളോ കണ്ടുപിടിക്കണമെങ്കിൽ ആര് ഫസ്റ്റ് കണ്ടുപിടിച്ചാൽ ഫോളോ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ എ ആണല്ലേ. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഓഫ് എയുടെ ഫസ്റ്റ് എയും ബിയും ആണ്. A, B. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് എയുടെ ഫസ്റ്റ് എന്ന് പറയുമ്പം A, B. ഇനി ഫോളോ ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഇതിൽ എസ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ? ഡോളർ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സിമ്പിൾ ആയതുകൊണ്ട് ഡോളർ മാത്രമേ വരുള്ളൂ. ഇനി ഫോളോ ഓഫ് എ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടല്ലേ. എയുടെ ഫോളോ എന്ന് പറയുമ്പം എ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എയും ബിയും വരും. ഇനി ഇവിടെ എ ആണ്. ഇവിടുത്തെ ഒരു എ ഉണ്ടല്ലേ. ഈ എയുടെ ഫസ്റ്റ് എടുത്ത്. ഇനി ഇവിടെ എ ആണ്. എയുടെ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തൊരു ഫോളോ ഓഫ് എസ് വരും. അപ്പോൾ അതെന്താണ്? ഡോളർ. അപ്പോൾ A, B, ഡോളർ. ഫസ്റ്റും കണ്ടുപിടിച്ചു, ഫോളോയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഫോളോ എഴുതാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിത് വരയ്ക്കുന്ന ഇനി I4, I5, I6 ഫോളോ വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതായത് നോക്കിക്കോ, I4 എന്ന് പറയുന്നത് ഏത് ബ്ലോക്കാണ്? A gives B ആണ്. A gives B എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്പർ ഇട്ടില്ലേ നമ്മൾ? നമ്പർ ഇട്ട് അത് എഴുതാനും കൂടി എഴുതണേ. അത് 1, 2, 3 3 പ്രൊഡക്ഷൻ നമ്പർ അറിയാലും നേരത്തെ ചെയ്ത പോലെ. അതിൽ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ് I4 3. അപ്പോൾ അത് ഈ എയുടെ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ഫോളോ ഓഫ് എ നോക്കുക. ഫോളോ ഓഫ് എന്ന് പറയുമ്പോൾ എയിലും ബിയിലും ഡോളറിലുണ്ട്. അത് മൂന്നാമത്തെ പ്രൊഡക്ഷനായിട്ട് എയിലും ബിയിലും ഡോളറിൽ എന്ത് കൊടുക്കുക? R3 എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട്? എന്ത് കൊടുക്കുക? R3. ഓക്കെ അല്ലേ? R3 എയിലും ബിയിലും ഡോളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. I5 എന്ന് പറയുന്നത് ഏത് പ്രൊഡക്ഷൻ? എസിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഏത്? ഒന്നാമത്തെ പ്രൊഡക്ഷൻ R1 എന്ന് വേണം അപ്പോൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ എസിൻ്റെ ഫോളോ നോക്കുക, ഡോളർ. അപ്പോൾ ആ ഡോളറിൻ്റെ അവിടെ മാത്രം എന്ത് കൊടുക്കുക? R1 കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് I6 നോക്കിക്കേ. I6 എന്ന് പറയുന്നത് ഏത് ബ്ലോക്കാണ്? എയുടെ, അതായത് രണ്ടാമത്തെ പ്രൊഡക്ഷൻ R2 ആണ്. അത് എയുടെ അപ്പം ഫോളോ നോക്കുക. എയിലും ബിയിലും ഡോളറിലും ഉണ്ട്. അപ്പോൾ R2 എവിടെയൊക്കെ ഫില്ല് ചെയ്യുക? എയിലും ബിയിലും ഡോളറിൽ R2. എയിലും ബിയിലും ഡോളർ. മനസ്സിലായോ? SLRൽ ഇതാണ് പ്രത്യേകത. ഫോളോ നോക്കിയിട്ടായിരിക്കും റെഡ്യൂസിങ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?